നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മകരൻ രാശി ഉത്രേടം മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി. 2026 ജൂലൈ മാസത്തിൽ മകരൻ രാശിയുടെ രാശ്യാധിപനായ ശനി മകരത്തിൻ്റെ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 6-ാം ഭാവാധിപനായ ബുധൻ സ്വക്ഷേത്രത്തിലും 2-ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമാധിപനായ സൂര്യൻ 6, 7 എന്നീ ഭാവങ്ങളിലും സഞ്ചരിക്കുന്നു. ഈ സമയത്ത് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ചെറിയ രീതിയിലുള്ള ഉദരരോഗം, കണ്ണിന് അസ്വസ്ഥത എന്നിവയുണ്ടാകാം. 5-ാം ഭാവത്തിലുള്ള ചൊവ്വയുടെ സ്ഥിതിയും 5-ാം ഭാവാധിപനായ ശുക്രൻ്റെ അഷ്ടമത്തിലെ സഞ്ചാരവും കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാക്കുമെങ്കിലും പഠനത്തിൽ ഉന്മേഷം നൽകും. ഭാവാധിപനായ ശുക്രൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി പഠനത്തിൽ കൂടുതൽ കൃത്യതയും ക്ഷമയും നൽകും. കമ്പ്യൂട്ടർ സയൻസ്, IT, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നല്ല പഠനശീലം ഉണ്ടാക്കുക. 10-ാം ഭാവാധിപനായ ശുക്രൻ 7, 8 എന്നീ ഭാവങ്ങളിലൂടെയാണ് ജൂലൈ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 8-ാം ഭാവത്തിലാണ് കൂടുതൽ ദിവസവും ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് സർക്കാർ സർവീസ്, ഭരണപരമായ ജോലികൾ, ബാങ്കിങ്, മാനേജ്മെൻറ്റ്, ഗവേഷണം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലത നൽകുന്നു. സാംസ്കാരിക രംഗത്തുള്ളവർക്കും ഉയർച്ചയുടെ കാലമാണ്. തൊഴിൽ സ്ഥലത്ത് കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കും. മകരൻ രാശിയുടെ 7-ാം ഭാവത്തിൽ ഉച്ചനായ വ്യാഴം ബുധനോടും സൂര്യനോടും യോഗം ചെയ്യുന്നു. ഇത് ഉന്നതമായ ബിസിനസ് ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. പുതിയ പ്രോജക്റ്റുകളിൽ ഒപ്പുവയ്ക്കാനും ഉന്നതരുമായി ബിസിനസ് ഡീലുകൾ നടത്താനും അവസരമുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും അക്കൗണ്ടൻസി, ഫൈനാൻഷ്യൽ കൺസൾട്ടിംഗ് സേവനങ്ങൾ നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ആശയവിനിമയത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകും. പക്ഷേ അതെല്ലാം പറഞ്ഞു തീർക്കുക. വിവാഹാലോചന നടത്തുന്നവർക്ക് അനുകൂലമായ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ നിന്ന് പിന്തുണയും ലഭിക്കും. ജൂൺ 2-ന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ 7-ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം നിങ്ങളുടെ ദാമ്പത്യം, വ്യക്തിത്വം, വരുമാനം, സഹോദര ബന്ധം എന്നിവ മെച്ചപ്പെടുത്തും.